ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമ്മാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി INS ദ്രോണാചാര്യ വരെയുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത് ആശ്വാസകരമെന്ന് KRLCC. മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും KRLCC പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഫോർട്ട് കൊച്ചി INSS ദ്രോണാചാര്യ വരെയുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അധിക ഫണ്ടും അനുവദിക്കണമെന്നും സമിതി അഭ്യർത്ഥിച്ചു. 17 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ തീരത്ത് ആദ്യഘട്ടമെന്ന നിലയിൽ ചെല്ലാനം മിനി ഫിഷിംഗ് ഹാർബർ മുതൽ കണ്ണമാലി പുത്തൻതോട് വരെയുള്ള 7.3 കിലോമീറ്റർ 344 കോടി രൂപ ചെലവഴിച്ച് ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കടൽഭിത്തി തീർത്തും തകർന്ന അവസ്ഥയിലാണ്. ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട് മുതൽ വടക്കോട്ട് കണ്ണമാലി, കമ്പനിപ്പടി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ്, മാനശ്ശേരി, സൗദി പ്രദേശങ്ങളിൽ പുരയിടങ്ങളിൽ ഉൾപ്പെടെ കടൽ കയറുകയാണ്. വർഷങ്ങളായി ഈ പ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് ഭീതിയിലാണെന്നും ഈ വർഷം കടൽഭിത്തി പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ നിരന്തരമായി കടലാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കടൽ കയറ്റത്തിൻ്റെ കെടുതികളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും അവയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി നടക്കേണ്ട പുലിമുട്ടുകളുടെയും കടൽഭിത്തിയുടെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുകയും തീരം സമ്പുഷ്ടീകരിക്കുകയും ചെയ്യണം. ഇത് ചെയ്യാതിരിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള കടൽഭിത്തി ദുർബലപ്പെടുത്താൻ കാരണമാകും. തീരസമ്പുഷ്ടീകരണത്തിന് കൊച്ചി തുറമുഖത്തിന് പാരിസ്ഥിതിക അനുമതി ലഭ്യമാകണം. ഒന്നാംഘട്ട നിർമ്മാണത്തിന് ഒരു പ്രത്യേക സെൽ പ്രവർത്തിച്ചിരുന്നു. പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി INS ദ്രോണാചാര്യ വരെയുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ പ്രത്യേക സെൽ നിലനിർത്തണമെന്നും KRLCC ആവശ്യപ്പെട്ടു. ഷെക്കിന ന്യൂസ്, കൊച്ചി.